ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നലെ തിരക്ക് കുറവായിരുന്നെങ്കിലും ഇന്ന് വർദ്ധിച്ചു. ഇതുവരെ 25,000-ഓളം ഭക്തരാണ് ദർശനം നടത്തിയത്. വിവരങ്ങളുമായി ശബരിമലയിൽ നിന്നും അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, ഇന്നലെ ഒരു ചെറിയ തിരക്കിനൊക്കെ ഒരു ശമനം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും അയ്യനെ കാണാൻ ഭക്തർ ഇങ്ങനെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് രാവിലെ ശബരിമലയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. അരുൺ, എന്തൊക്കെയാണ് ശബരിമലയിൽ നിന്നുള്ള കാഴ്ചകൾ, വിശേഷങ്ങൾ? ഒപ്പം ഭക്തജന തിരക്ക് അത് നിയന്ത്രണ വിധേയമാണോ? തീർച്ചയായും പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് ശബരിമല സന്നിധാനത്തെ ഭക്തജന തിരക്ക്. ഞായറാഴ്ചയായിരുന്നു ഇന്നലെ, അവധി ദിവസമായിരുന്നു. ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഉണ്ടാകുമെന്ന് കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇന്നലെ 80,000-ഓളം ഭക്തരാണ്, അതായത് പുൽമേട് വഴി എത്തിയ ആ ഭക്തരുടെ ഒരു കണക്കുകൾ കൂടി നോക്കുമ്പോൾ 80,000-ഓളം ഭക്തർ മാത്രമാണ് സന്നിധാനത്തേക്ക് എത്തിയത്. ശരാശരി 90,000-ഓളം ഭക്തരാണ് ഒരു ദിവസം ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് എത്തുന്നത്. നട തുറന്നപ്പോൾ മുതൽ തുടങ്ങിയ ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. പുലർച്ചെ 3 മണിക്കാണ് നട തുറന്നത്. നട തുറന്നപ്പോൾ മുതൽ തന്നെ ആരംഭിക്കുന്ന ആ ഒരു തിരക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മണിക്കൂറുകൾ വരും നിന്നാൽ മാത്രമേ ഭഗവാനെ ദർശിക്കാനാകൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. എന്തായാലും വരും മണിക്കൂറുകളിലും ഈ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങളിലേക്കൊക്കെ തന്നെ പോകേണ്ട ഒരു സാഹചര്യങ്ങളാണ് നിലവിൽ ഉള്ളത്. കാരണം കൃത്യമായി തന്നെ പറഞ്ഞാൽ 5,000 പേർക്കായിരുന്നു ആദ്യം വെർച്വൽ ക്യൂ വഴി ഒരു അവസരം ഉണ്ടായിരുന്നത്. അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് 8,500-ലേക്ക് ഈ സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് തിരക്ക് കണക്കിലെടുത്തുകൊണ്ട്, ശബരിമല സന്നിധാനത്തെ തിരക്ക് കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമായിരുന്നു അതൊക്കെ വന്നിരുന്നത്. എന്തായാലും പരമാവധി ഭക്തർക്ക് ദർശനം കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിലേക്കൊക്കെ പോകുന്നു. പക്ഷേ തിരക്ക് നിയന്ത്രണ വിധേയമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ആദ്യ സമയങ്ങളിലുണ്ടായ ഗുരുതരമായുള്ള വീഴ്ച അത് ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ, പ്രത്യേകിച്ച് കേന്ദ്ര സേനകളടക്കം തിരക്ക് നിയന്ത്രിക്കുന്നതിന് നിർണായകമായ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് RAF സംഘമാണ്. 170 പേരടങ്ങുന്ന സംഘമാണ് ശബരിമല സന്നിധാനത്ത് ക്യാമ്പ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ NDRF-ന്റെ സംഘവും ശബരിമല സന്നിധാനത്ത് ക്യാമ്പ് ചെയ്ത് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ, തിരക്ക് നിയന്ത്രണങ്ങൾ, അതോടൊപ്പം ഏത് അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാനുള്ള സജ്ജമായി പ്രത്യേക പരിശീലനം നേടിയ ഉദ്യോഗസ്ഥരാണ് ശബരിമല സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ തിരക്ക് തുടരുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് മണ്ഡല പൂജാ സമയത്തേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ മകരവിളക്ക് സമയത്തേക്ക് പോകുന്നു. അങ്ങനെ ഭക്തജനങ്ങളുടെ ഒരു അണമറിയാത്ത പ്രവാഹം ഉണ്ടാകുന്ന സമയങ്ങളിലേക്കാണ് ഇനി ശബരിമല സന്നിധാനം പോകുന്ന എല്ലാ ശരണ വഴികളെല്ലാം തന്നെ ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകും, ഭഗവാന്റെ മന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന ഭക്തിസാന്ദ്രമായ ഒരു മണ്ഡലകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം അത് തന്നെ ഒരു വലിയ വെല്ലുവിളിയായി, പ്രശ്നമായി, പ്രതിസന്ധിയായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് മഴയുള്ള സമയങ്ങളിൽ ഭക്തർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഇതുവരെയും പരിഹരിക്കാനുള്ള നടപടികളിലേക്കൊന്നും തന്നെ നിലവിൽ ആയിട്ടില്ല. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ശബരിമല സന്നിധാനമുള്ളത്. അശ്വതി, തീർച്ചയായും അരുൺ, റെക്കോർഡ് വരുമാനം കൂടിയാണ് ഈ ശബരിമലയിൽ നിന്നും ലഭിക്കുന്നത് എന്നൊരു വിവരം കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കട്ടെ. എന്നിട്ടും അടിസ്ഥാന സൗകര്യ വികസനം ഇപ്പോഴും ഫലപ്രദമാകുന്നില്ല. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. അപ്പോഴും അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊന്നും വികസിപ്പിക്കുന്നില്ല എന്ന റിപ്പോർട്ടാണ് ഞങ്ങളുടെ പ്രതിനിധി അരുൺ കൊടുങ്ങൂർ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.